ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ നിൽക്കുന്ന ബാക്ക്ഗ്രൗണ്ട് കണ്ടിട്ട് ആരും ഒന്നും പറയരുത്. കാരണം ഒരുമാതിരി മഴയും കാറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വീടിൻ്റെ മുറ്റത്തെ അവസ്ഥ ഇങ്ങനെയാണ്. ഇപ്പോൾ എൻ്റെ എന്നല്ല, മരങ്ങളും അതിൻ്റെ ഇടയിലൊക്കെ വീട് വെച്ച് താമസിക്കുന്നവരൊക്കെ അവസ്ഥ ഇങ്ങനെ തന്നെയായിരിക്കും. നമ്മൾ ഡെയിലി അടിച്ചു വാരിയാലും പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോഴത്തേനും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ഞാനിപ്പോൾ ഇതൊന്നുമല്ല പറയാനായിട്ട് വന്നത്. ഞാനൊരു സംഭവം കാണിച്ചു തരാം, നമുക്ക് പോയി കാണാം. അപ്പം ഞാനത് എന്താ സംഭവം എന്ന് കാണിച്ചു തരാം. ഇന്നലെ തട്ടിനും മുട്ടിനൊക്കെ ആയിട്ട് രണ്ട് മൂന്ന് ഇടിയൊക്കെ മുഴങ്ങുന്നുണ്ടായിരുന്നേ. അപ്പോൾ ഞാനതങ്ങനെ കേട്ടപ്പോൾ തന്നെ ഞാൻ ഓർത്ത് രാവിലെ എന്നിട്ട് പറമ്പിലൊക്കെ പോയി നോക്കുവാണെങ്കിൽ ചിലപ്പം കൂണൊക്കെ കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷേ രാവിലെ ഇപ്പോൾ ആ കാര്യമൊക്കെ അങ്ങ് വിട്ടുപോയി. പിന്നെ ഒരു മഴയൊക്കെ കഴിഞ്ഞ് കുഞ്ഞിനെ ഉറക്കി സെറ്റാക്കി കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്തു എന്നാൽ പിന്നെ പറമ്പിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി നോക്കിയാലോ, ചിലപ്പം കൂണ് കിട്ടുമായിരിക്കും എന്ന് വിചാരിച്ചതേ ഉള്ളൂ. എന്നാൽ വന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അധികമൊന്നുമില്ല. ഏതായാലും നമുക്കൊരു 2 വീക്സ് മുന്നേ കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ടായിരുന്നു, പെരുംകൂണെ. അത് നിന്ന് അതേ സ്ഥലത്ത് തന്നെ ഒരു കൈവിരൽ എണ്ണം ഭാവത്തിന് എത്ര ഉണ്ട്, 1 2 3 4 ഒരു 5 കൂണ് നിൽപ്പുണ്ട് കേട്ടോ. അത്രയേ ഉള്ളൂ. വിരിഞ്ഞ് വരുന്നേ ഉള്ളെന്ന് തോന്നുന്നു. അപ്പം ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഈ നിൽക്കുന്നതാണ് കേട്ടോ. അധികമൊന്നുമില്ല, ഒരു 5 മറ്റോ ഉള്ളൂ കേട്ടോ. വേറെ അങ്ങോട്ടൊക്കെ താഴോട്ടുണ്ടോ എന്ന് ഞാൻ അങ്ങനെ നോക്കിയൊന്നുമില്ല. ഏതായാലും ഒറ്റ നോട്ടത്തിൽ ഏതായാലും താഴെ അങ്ങനെ നിൽപ്പൊന്നുമില്ല. അപ്പോൾ ആയപ്പോൾ ഒരു 5 ആയിട്ടുള്ളൂ. ഫസ്റ്റ് കിട്ടിയ പോലെ നമുക്ക് അധികം ഒരു മുറത്തിൽ നിറച്ച് അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമുക്ക് ഏതായാലും ഇത് കണ്ടതല്ലേ, ഒരു കുഞ്ഞ് തോരനൊക്കെ വെക്കാൻ പാകത്തിന് കിട്ടിയിട്ടുണ്ട്. നമുക്ക് പറിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ താഴ്വശത്ത് ഈ തിട്ടിന് താഴെയായിട്ട് അവിടെ ഒരു 2 അതെന്തോ കേടായി പോയിട്ടുണ്ട്. അപ്പോൾ അതിന് നോക്കിയിട്ട് കാര്യമില്ല, ഏതായാലും നമുക്ക് കിട്ടിയത് പറിച്ചെടുക്കാം. ഇതിപ്പം അത്യാവശ്യമായി വന്നോളെന്ന് എനിക്ക് തോന്നുന്നു. കുറച്ച് വലുതായിട്ടൊന്നുമില്ല. വിരിഞ്ഞ് വന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ഇതാണ്ട് നിലം പറ്റിയതുപോലെ കിടക്കുക. അതിനിപ്പോൾ പറിച്ചെടുക്കുക. നല്ല സുരക്ഷിതമായിട്ട് നിൽക്കുന്നതെന്ന് ചോദിക്കുക. നല്ല മണ്ണിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ നിൽക്കുന്നതിനിപ്പം നമുക്കിത് പറിച്ചെടുക്കാം. ഏതായാലും ഇത്രയേ ഉള്ളൂ. എങ്കിൽ തന്നെ കളയണ്ട. നമുക്ക് എപ്പോഴും കിട്ടുന്നൊരു വസ്തു അല്ലല്ലോ. അപ്പോൾ നമുക്കത് കളയാതെ തന്നെ പറിച്ചെടുക്കാം. അതിവിടെ നിന്ന് പറഞ്ഞാൽ പറിച്ചെടുത്തപ്പോൾ അതിൻ്റെ ഉള്ളിൽ പകുതിയായിപ്പോയി, പൊട്ടിപ്പോയി. ഇതിൻ്റെ തണ്ടിന് നല്ല നീട്ടമുള്ളതല്ലേ. അപ്പോൾ നമുക്കിത് സാധാ കൂണിൻ്റെ ഒരു ഉറപ്പല്ല, ഇതിൻ്റെ തണ്ടിന് നല്ല ബലമുള്ളതല്ലേ. അപ്പോൾ ഇത് പറിച്ചെടുത്തപ്പം പൊട്ടിപ്പോയി. സാധാരണഗതിയിൽ ഈ പെരുങ്കൂണാകുമ്പം ഏറെക്കുറെ ആവേണ്ടതാണ്. ഇതിപ്പോൾ എന്താണെന്നറിയത്തില്ല. ആദ്യം കിട്ടിയത് കൊണ്ടായിരിക്കാം നിന്ന സ്ഥലത്തുനിന്ന് ഇത് പറിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് കുറേ കിട്ടിയത് കൊണ്ടായിരിക്കാം ഇപ്പം ഇങ്ങനെ ആയത് കേട്ടോ. പക്ഷെ എന്തായാലും വന്ന് നോക്കിയതിന് നഷ്ടമൊന്നും ഉണ്ടായിട്ടില്ല. നമുക്ക് 2 3 ആണെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അതും പൊട്ടിപ്പോയി പകുതിക്ക് വെച്ചിട്ട്. നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയപ്പോൾ ഈ ഒരു ഏരിയ ഫുള്ള് ഉണ്ടായിരുന്നു കേട്ടോ. കവർ ചെയ്തിട്ട് ഫുള്ള് വന്ന് നോക്കുമ്പോൾ തന്നെ നിരന്ന് നിൽക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഈ പ്രാവശ്യം അങ്ങനെ നിരക്കാൻ മാത്രം ഒന്നും കിട്ടിയിട്ടില്ല. ഏതായാലും ഒരു കയ്യിൽ ഒതുങ്ങുന്നത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിതാണ്ട് ഒരു ഇത്രയും കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഒരു കയ്യിൽ പിടിക്കാൻ മാത്രം കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് ഫുള്ള് കാണുന്ന റവർത്തോട്ടമാണ് കേട്ടോ. ഈ ഒരു ഏരിയയിലേക്ക് കയറി നോക്കുകയാണെങ്കിൽ ഇതുപോലെ സാധാരണ കൂണുകളും പെരുങ്കൂണുകളൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. എനിക്കൊരു പ്രത്യേകതയാണ്, ഞാൻ എന്നെ പൊക്കി പിടിച്ച് പറയുന്നതൊന്നുമല്ല, എനിക്കൊരു പ്രത്യേകതയാണ്. കൂണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ കിട്ടും കേട്ടോ. അത് വേറെ കാര്യം. എനിക്ക് അങ്ങോട്ടൊക്കെ കയറി നോക്കണമെന്നുണ്ട്. പക്ഷേ കുഞ്ഞ് ഒറ്റയ്ക്കുള്ളൂ, കിടന്ന് ഉറക്കമാണ്. അപ്പോൾ അങ്ങനെ കയറി പോയാൽ ശരിയാവത്തില്ല. ഏതായാലും ഇത് വീടിൻ്റെ അടുത്തായതുകൊണ്ട് ഞാൻ ഒന്ന് ചുമ്മാ വന്ന് നോക്കിയതുള്ളൂ. അപ്പോൾ കിട്ടിയതാണ് കേട്ടോ ഇത്. ഞാൻ എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എനിക്ക് കൂടുതലും കൂണുകളൊക്കെ കിട്ടിയിട്ടുള്ളത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്ന് ഈ പുറ്റൊക്കെ ഉണ്ടാവില്ലേ, ചെതൽപ്പുറ്റ്, അങ്ങനെയുള്ള ഭാഗങ്ങളിൽ, പിന്നെ കശുമാവിൻ്റെ ചോട്ടിൽ, കശുമാവിൻ്റെ പറമ്പൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെ റബ്ബർ തോട്ടം, പിന്നെ തെങ്ങ്, അങ്ങനെയുള്ള ഏരിയകളിൽ നിന്നൊക്കെയാണ് എനിക്ക് കൂടുതലും കൂണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതിൻ്റെ തൊട്ടപ്പുറത്ത് കുറച്ചുകൂടെ ഒരു ചെതൽപ്പുറ്റ് ഇങ്ങനെ കൂടി നിൽക്കുന്നുണ്ട്. ഞാൻ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നോക്കി വരികയാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് അവിടെ വരെ പോയി നോക്കിയിട്ട് വേഗം വരാം. ഇനി കിട്ടിപ്പോയി. ഏതായാലും ഒന്ന് നോക്കിയിട്ട് വരാം. ഇത് കണ്ടോ, ആ കാണുന്ന അവിടെ കുറേ ഇങ്ങനെ ചെതൽപ്പുറ്റ് ഇങ്ങനെ നിൽപ്പുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇവിടെ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. നിൽക്കുന്ന ആ സ്ഥലം ഫുള്ള് ചെതൽപ്പുറ്റാണ്. എന്തായാലും ഈ മഴയൊക്കെ കഴിയുമ്പോഴത്തേക്കും അവിടെ കൂണുണ്ടാകും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ എല്ലാ ദിവസവും വന്ന് നോക്കലുണ്ട്. പക്ഷേ അവിടെ അങ്ങനെ ആയിട്ടില്ല. കഴിഞ്ഞ വർഷം അവിടെ ആയിട്ടില്ല. പക്ഷേ നല്ല പുറ്റ് ഇങ്ങനെ ചെതൽപ്പുറ്റായി നിൽപ്പുണ്ട്. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഇതുപോലെ പെരുങ്കൂണൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകുന്നത് കേട്ടോ. അപ്പോൾ ഏതായാലും ഞാൻ നോക്കി വെച്ചിട്ടുണ്ട്. ഏതായാലും ഇപ്പം വന്ന് നോക്കിയപ്പോൾ ഇല്ല.
അപ്പോൾ അവിടെ ഇല്ലാത്ത സ്ഥിതിക്ക് നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് തന്നെ പോകും. എന്തായാലും വന്ന് നോക്കിയതിന് നഷ്ടമൊന്നും വന്നിട്ടില്ല. എന്താണ് ഒരു കറിക്കുള്ള ബാക്കിയൊക്കെ ഉണ്ട്. അപ്പോൾ ഇനിയിപ്പം എന്താണ്, അയ്യോ ഇത് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഇത് പറിച്ച് കയ്യിൽ അവിടെ നിൽക്കുമ്പോൾ അത്ര വലിയ സ്മെല്ല് തോന്നിയില്ലേ. കയ്യിൽ പറിച്ചെടുത്തപ്പോൾ ഉണ്ട് നല്ല സ്മെല്ല്. രണ്ടെണ്ണം വിരിഞ്ഞ് വരുന്നതേ ഉള്ളൂ, ബാക്കി രണ്ടെണ്ണം ഏകദേശം ആയതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ളവർക്ക് എന്താണ്, ചിലർക്ക് ഒരു കൂണ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലവരൊക്കെ ഒന്നല്ലേ ഉള്ളൂ എന്ന് ഓർത്ത് ചിലപ്പം ഒന്നും ചെയ്തുണ്ടാകത്തില്ലായിരിക്കും. പക്ഷേ ഇതിൻ്റെ ടേസ്റ്റ് അറിയാവുന്നവരൊക്കെ ഒന്നാണെങ്കിലും നമ്മൾ എന്തെങ്കിലും കാണിച്ചിട്ടാണെങ്കിലും കറി വെച്ച് കൂട്ടും അല്ലേ. അപ്പോൾ എന്തായാലും വന്ന് നോക്കിയപ്പോൾ നമുക്ക് ഇത്ര ആണെങ്കിലും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം വിഷമൊന്നും ഇല്ലാതെ കിട്ടുന്ന ഒരു സംഭവമല്ല ഇത് നമുക്ക് എപ്പോഴും കിട്ടുന്ന ഒന്നല്ലല്ലോ, വർഷത്തിലൊക്കെ ഒരിക്കലല്ലേ ഇതൊക്കെ കിട്ടത്തുള്ളൂ. ഇനിയിപ്പം ഈ ഒരു മഴക്കാലമൊക്കെ കഴിയുന്നിടം വരെ തട്ടിനും മുട്ടിനൊക്കെ ഇതുപോലെ കൂണുകളൊക്കെ കിട്ടും. അപ്പം ഞാൻ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാൻ മറക്കല്ല കേട്ടോ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും കാണാവേ. ടാറ്റാ.